ഇടിച്ചത് ബെൻസ് കാറാണ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം കൂടുതൽ നടപടി ഉണ്ടായേക്കും. നിലവിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ ഒരു പയ്യൻ മരിച്ചു പോയ സംഭവം നമ്മളെല്ലാവരും കേട്ട് കാണും. ഈ ഒരു വിഷയത്തിനകത്തോട്ട് ഇപ്പോഴും പോലീസുകാർക്ക് വലിയ വ്യക്തത വരുന്നില്ല. കാര്യം ഇന്നലെ തൊട്ടേ അതിന്റെ CCTV ഫൂട്ടേജസ് തപ്പി നടന്നിട്ട് പോലും കിട്ടുന്നില്ല. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ആക്സിഡന്റ് നടന്ന വീഡിയോ ആ പുള്ളി കണ്ടതാണ്. പക്ഷെ ഇപ്പം ആ ഒരു വീഡിയോ എന്തെങ്കിലും നോക്കിയിട്ട് കാണുന്നില്ല. അതായത് ആ ഒരു ആക്സിഡന്റ് നടക്കുന്നതിന്റെ അടുത്ത് ഒരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു. ആ ഒരു ചെരുപ്പ് കടയിൽ CCTV ഫൂട്ടേജ് വ്യക്തമായിട്ട് അവരുടെ കയ്യിലുണ്ട് എന്നും അവരൊരാളുടെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് സാധനം ഡിലീറ്റ് ആയി പോയി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇടിച്ച വണ്ടികൾ രണ്ടും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഇടിച്ച വണ്ടി ബെൻസ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന്. 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന വണ്ടികളുടെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പാണ് ഈ 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന ഒരു വണ്ടികളുടെയൊക്കെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതിന്റെ ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വണ്ടി ഓടിച്ചതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ പോലീസുകാരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. കുട്ടി ഇടിച്ച ആളെ പേരോ അല്ലെങ്കിൽ വണ്ടി പരിക്കുറ്റിയ ആള്? അതെ അതെ, ഇടിച്ച ആളുടെ പേര് എന്നുള്ള അന്വേഷിക്കണം. നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി ഇപ്പോൾ അന്വേഷിച്ച് പോയിട്ടുള്ളൂ. അവർ ഉണ്ട് ഇവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. നേരത്തെ ഒരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ പോയിട്ട് നോക്കണം. അതെ, അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ക്യാമറയൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആയിരുന്നു. അതൊന്നും അറിയില്ല, കാരണം ഇത് രാവിലെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞത്. ഇവിടെ മുമ്പ് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇത് കാരണം ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അന്വേഷണം തുടങ്ങുന്നുള്ളൂ. അതെ, വെള്ളയ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ. വെള്ളയ സ്റ്റേഷൻ്റെ അടുത്ത് ബട്ടർ റോഡിൻ്റെ വരക്കെല്ലാം എടുക്ക് വെച്ചിട്ടുണ്ടായത്. ഉണ്ടെന്ന് പറയുന്നു, നോക്കിയില്ല. നോക്കണം പോയിട്ട്. അതൊന്നും എനിക്ക് നിങ്ങൾ പറഞ്ഞ അറിവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ശരി, താങ്ക് യു. പോലീസുകാർക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് യാതൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ചോണം, രാവിലെ നടന്ന ഒരു ആക്സിഡന്റ് ആണ്. ഇത്രയും നേരം വൈകിയതിനു ശേഷം പോലും പോലീസുകാർക്ക് ഇതിനെ പറ്റിയിട്ടൊരു വ്യക്തതയില്ല. കേരള പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും അല്ല. സാധാരണ ഇത്തരത്തിലൊക്കെയുള്ള ഒരു വിഷയത്തിൽ ഈ വണ്ടി ഓടിച്ച ആളെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ്. ഇത് ആദ്യം 2 വണ്ടി മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തത്. എന്നിട്ട് അത് മാത്രമല്ല, ഇവർ 2 പേരുടെ മൊഴിയിൽ തന്നെ വ്യത്യാസമുണ്ട് എന്ന് പോലീസുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് വണ്ടി ഓടിച്ചിരുന്ന വേറെ ആളാണ്, ഓണർ അല്ല എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, നൈസായിട്ട് ഈ സംഭവം ഒതുക്കി തീർക്കും. ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഈ ആക്സിഡന്റ് ആയ പയ്യന്റെ വീട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് നടത്തും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നിട്ട് വല്ല പെറ്റി ഉണ്ടെങ്കിൽ ആ പെറ്റി അടച്ചിട്ട് നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ എഴുതി വിടും. അല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഈ ഒരു ആക്സിഡന്റ് വീഡിയോയിൽ കണ്ട ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നമുക്ക് കണ്ടുപോകാം. ക്ഷമിക്കണം, ഫിറോസ്. അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. എന്താണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്? അതായത് ഒരാൾ റോഡിന്റെ നമ്മൾ ഇടത് ഭാഗത്താണ് ആളുള്ളത്. ഈ സൈഡിൽ ഈ ഇടത് ഭാഗത്തുള്ള ആള് വണ്ടി വരുന്ന സമയത്ത് വണ്ടി ശരിക്കും കാണുമ്പോൾ അയാൾ വണ്ടി പിന്നെ ഒരു ആത്മഹത്യ ശ്രമത്തിലുള്ള ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ 2 വണ്ടി റീൽസ് എടുക്കുക എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാവുന്നത്. റീൽസ് എടുക്കാൻ വരിക എന്നുള്ളത്. കാരണം ഈ വണ്ടി സെൻറ്ററിൽ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഫോണിൽ. അപ്പോൾ ഈ സാധനം ഒരു വണ്ടിയെ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ, മറ്റേ വണ്ടി വന്ന് ഇടിക്കുക, നല്ല ഇടി ഇടിച്ച് തെറിച്ചു പോവാണ്. 2 വണ്ടി ഇതേ റൂട്ടിലാണ്? അതെ, 2 വണ്ടി ഇതേ റൂട്ടിലാണ്. അതിന് സെൻട്രലാണ് ഈ റോഡ്, അതിന്റെ സെൻട്രൽ, റോഡിന്റെ സെൻട്രൽ, ഡിവൈഡറിന്റെ മുകളിലൊന്നല്ല. സെൻട്രലാണ് റോഡ്. സെൻട്രൽ നിൽക്കുന്നത് ക്യാമറയിലുണ്ട്. സെൻട്രലിൽ നിന്ന് ഫോണിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. അപ്പൊ തന്നെ ഇടിച്ച് താഴെ വീഴാണ്. അതിൽ ഏത് വണ്ടിയാണ് കറക്റ്റ് തട്ടിയെന്നുള്ളത് കണ്ടില്ല. ക്യാമറയിൽ കാണുന്നുണ്ട് വണ്ടി. പക്ഷെ നിങ്ങൾക്ക് ആ ക്യാമറ കാണുന്ന സമയത്ത് എന്തില്ല. നിങ്ങൾ എത്ര മണിക്കാണ് വീഡിയോ അവിടുന്ന് കണ്ടത്? ഞങ്ങൾ രാവിലെ വീഡിയോ അവർ 10 മണിക്ക് ശേഷം, ഇത് നന്ന രാവിലെ നടന്നിട്ടുണ്ട്. അവർ 10 മണിക്ക് ശേഷമാണ് ഈ കട തുറക്കുക. കട തുറന്നതിന് ശേഷം മറ്റൊരാളെ ഫോണിൽ നിന്ന് കണ്ടതാണ്. പിന്നെ ആ സാധനം അപ്പം തന്നെ അത് ഒഴിവായിട്ടുണ്ട്, വേറെ ആരത്തില്ല. പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങളൊന്ന് അദ്ദേഹത്തെ വിളിച്ചു അന്വേഷിക്കോ? നമുക്ക് വീഡിയോ എനിക്ക് കാണിച്ചെന്ന ആളെ വിളിച്ചപ്പോൾ അയാൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ട് സാധനം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി. അപ്പൊ എന്തായാലും കേട്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇനി പല കാര്യങ്ങളും ഒഴിവാക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ല, വേറെ ഒന്നുമല്ല. മണി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ മോഡല് പരുന്ന് പറക്കത്തില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതൊക്കെ. എന്തായാലും ആ ഒരു പയ്യന്റെ വീട്ടുകാർക്ക് നഷ്ടം. ആ പയ്യന് കിഡ്നിക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം കുറച്ച് നാളായിട്ട് ഈ പുള്ളി നാട്ടിൽ വന്ന് ഈ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ മുന്നോട്ട് പോവാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു സംഭവമല്ല.
ഒരുപാട് ആക്സിഡന്റ് കേസസ് ഈ റീൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. കുറെ ബൈക്ക് ആക്സിഡന്റ്സ് നടന്നിട്ടുണ്ട്. കാര്യം കാർ ആക്സിഡന്റ്സ് ഭയങ്കര കുറവാണ്, പക്ഷെ ബൈക്ക് ആക്സിഡന്റ്സ് ആണ് കൂടുതലായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഒരു പയ്യന്റെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം ഈ ഒരു വിഷയം ചർച്ച ചെയ്യും, എന്നിട്ട് അതേപോലെ അതങ്ങ് കളയും. ഇതൊക്കെ തന്നെ ഇവിടെയൊക്കെ നടക്കാൻ പോകുന്നത്, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും പോലീസുകാർക്ക് ഒടുവിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഏത് വണ്ടിയാണ് ഇടിച്ചതെന്നും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഈ പറയുന്ന ആളുടെ പേരിൽ കേസ് എടുത്തിട്ടുമുണ്ട്, വണ്ടി ഓടിച്ച ആളുടെ പേരിൽ. എന്തായാലും അതും കൂടി നമുക്ക് കണ്ടുനോക്കാം. കൂടുതൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം, ഈ ഡിഫൻഡർ കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡ്രൈവർമാർ ഇൻഷുറൻസ് ഉണ്ടായിരുന്ന ബെൻസ് കാർ, ഡിഫൻഡർ കാറിനാണ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്, ബെൻസ് കാറിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഡിഫൻഡർ കാറാണ് ഇടിച്ചത് എന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പോലീസിന് ശ്രമം നടത്തിയത്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഈ ഇടിച്ചത് ബെൻസ് കാറാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ അറസ്റ്റ് അധികം വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനോടൊപ്പം കൂടുതൽ നടപടി ഉണ്ടായേക്കും. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാമോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഇതിൽ ഈ പറയുന്ന ഇടിച്ച കാർ, ബെൻസ് കാർ, അത് തെലങ്കാന രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. അതിൽ മറ്റു രേഖകളൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അത് പോലീസും പരിശോധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ഇതിനൊപ്പം തന്നെ ഈ റീൽസ് ചിത്രീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോണുകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശവും ഈ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഫോൺ ഇതുവരെ പോലീസിന്റെ കൈവശം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുടൻ തന്നെ ഹാജരാക്കാനുള്ള ഒരു ആവശ്യം പോലീസ് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഫോണും കാര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷനെ പറ്റിയിട്ട് ചെക്ക് ചെയ്യുമെന്നൊക്കെ സംസാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന തെലങ്കാന രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ചിലപ്പോൾ അവർ ഈ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തായിരിക്കും, അല്ലെങ്കിൽ ഇവർ ഈ വണ്ടി ഫ്രഷ് വണ്ടി ആയിരിക്കും, അത് അവിടെ രജിസ്റ്റർ ചെയ്തായിരിക്കും. വേറെ ഒന്നുമല്ല, ടാക്സിന്റെ ഇഷ്യൂസ് കാരണം ഇപ്പം മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണ് പുറത്തു കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെന്റൽ അഡ്രസ്സ് അവിടെ എവിടെങ്കിലും ഉണ്ടാക്കും. ആ ഒരു റെന്റൽ അഡ്രസ്സിന്റെ പേരിലായിരിക്കും വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ടാക്സ് അടച്ചിട്ട് ഉള്ളൊരു സംഭവമാണ്. കാര്യം കേരളത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം ടാക്സ് ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പം മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടി എങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഈ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ ചെക്ക് ചെയ്യപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ അപ്ഡേറ്റ് ആവാനായിട്ട് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അതായത് ചില സൈറ്റുകളിൽ എററാണ്. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പോലും ആ സൈറ്റിൽ ഇത് എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവാനായിട്ട് ടൈം എടുക്കും. മേ ബി അതാവാം ഒരു റീസൺ. അല്ലെങ്കിൽ ഇത്രയും വലിയ വണ്ടികളൊക്കെ മേടിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. എന്തായാലും ഡിഫൻഡറിന്റെ കേസിനകത്തോട്ട് എന്തായാലും ഇൻഷുറൻസ് കിട്ടത്തില്ല. കാര്യം വണ്ടി ടെമ്പററി രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിന്റെ ഇൻഷുറൻസും അതിന്റെ ഈ പറയുന്ന രജിസ്ട്രേഷനും ഒക്കെ കഴിയാനായിട്ട് ടൈം എടുക്കും. ആ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുന്നേ ആണ് തോന്നുന്നു ഒരു വണ്ടി ഡെലിവറി ചെയ്തത്. അത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ചെയ്തുകൂടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബത്തിന് മാത്രമാണ്. മേ ബി ഇവർ ഈ പറയുന്ന കടയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും സ്വന്തം ജീവൻ വെച്ച് കളിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.